അള്ളാഹു പറയുകയാണ് വതസവ്വദു ഫഇന്ന ഖൈറ الزാദി തഖ്വ. യാത്രക്കുള്ള വിഭവങ്ങൾ നിങ്ങൾ ഒരുക്കിക്കൊള്ളുക. ഫഇന്ന ഖൈറ الزാദി തഖ്വ. ഏറ്റവും നല്ല ജാദ്, യാത്രക്കുള്ള ഏറ്റവും നല്ല വിഭവം അത് തഖ്വയാണ്. തഖ്വയാണ്. നോക്കൂ, ദുനിയാവിലെ യാത്ര പറഞ്ഞപ്പോൾ അള്ളാഹു ജീവിത യാത്രയെ, പരലോകത്തേക്കുള്ള യാത്രയെ, അള്ളാഹുലേക്കുള്ള യാത്രയെ ഓർമ്മപ്പെടുത്തിയത്. വാഹനപ്പുറത്ത് കയറുമ്പോൾ ദുനിയാവിലൊരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ പറയും വഇന്ന ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്, അള്ളാഹുലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. അതേ, വസ്ത്രം അള്ളാഹു ഓർമ്മപ്പെടുത്തി. വസ്ത്രം അള്ളാഹു നൽകിയ അനുഗ്രഹം, വസ്ത്രം എന്ന അനുഗ്രഹം. റബ്ബ് പറയുന്നു, നാം നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശ. നിങ്ങളുടെ ഔറത്ത് മറക്കാനുള്ള വസ്ത്രം അള്ളാഹു ഇറക്കി തന്നിരിക്കുന്നു. വരീശ, അതിനു മുകളിൽ അലങ്കാരമായി ധരിക്കുന്ന വസ്ത്രവും. ഔറത്ത് മറക്കുന്ന വസ്ത്രം മാത്രം ധരിച്ചിട്ടല്ല നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ പുറത്തിറങ്ങുന്നത്. അതിനു മുകളിൽ അലങ്കാരത്തിന്റെ വസ്ത്രം നമ്മൾ അണിയുന്നു. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ശേഷം അള്ളാഹു പറയും വലിബാസു തഖ്വ ദാലിക ഖൈർ. തഖ്വയുടെ വസ്ത്രം അതാണ് ഏറ്റവും നല്ലത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഖൽബ് അറിയുന്നു, അതിൽ തഖ്വയുണ്ടോ എന്നറിയുന്നു. റബ്ബിനെ സൂക്ഷിക്കാൻ നീ ഉദ്ദേശിച്ചിട്ടുണ്ടോ, അതല്ല നിന്റെ ഉദ്ദേശം മറ്റു വല്ലതുമാണോ, അള്ളാഹുവിനറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അത്തഖ്വ ഹാഹുന. ഇവിടെയാകുന്നു തഖ്വ. 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ അറിയുക, നമ്മൾ യാത്രയിലാണ്. നമ്മുടെ വാഹനം ഏതാണ്? ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ, മുൻഗാമികൾ പലരും പറഞ്ഞിട്ടുള്ളതുപോലെ, രാപ്പകലുകൾ ആണ് നമ്മുടെ വാഹനം. രാപ്പകലുകൾ വാഹനമാക്കി സഞ്ചരിക്കുന്നവന്റെ സ്ഥിതി എന്താണ്? മൻ കാനത്തിൽ ലയാലി വൽ അയ്യാമു ബതായാ സാറത് ബിഹി വഇൻ ലം യസിർ. നമ്മുടെ വാഹനം രാവും പകലുമാണ് എങ്കിൽ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നീ പിറന്നു വീണ അന്ന് തൊട്ട് യാത്രയിലാണ്. എത്ര വർഷം കഴിഞ്ഞു, എത്ര വർഷം പിന്നിട്ടു, ചിന്തിച്ചു നോക്കുക. ഈ രാപ്പകലുകൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഒടുവിൽ പരലോകത്തേക്ക്, അന്ത്യനാളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കും. പരലോകത്തേക്ക് നമ്മെ അങ്ങനെ വിട്ടുകൊടുക്കുകയാണ്. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ, മനുഷ്യ നിന്നെക്കാൾ അപകടം പിടിച്ച സ്ഥിതിയിലുള്ള മറ്റാരാണുള്ളത്? നമ്മെക്കാൾ അപകടം പിടിച്ച സ്ഥിതിയിൽ മറ്റാരുണ്ട്? ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു ലം യസലിൽ ലൈലു വന്നഹാറു സരീഇൻ ഫി നഖ്സിൽ അഅ്മാർ വതഖരീബിൽ അജാൽ. ഇതാ രാപ്പകലുകൾ ആളുകളുടെ ആയുസ് അത് തീർത്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ അവധിയിലേക്ക്, മരണത്തിലേക്ക് അവർ അടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. هيهات قد صحب نوحا وعادا وثمودا وقرونا بين ذلك كثيرا. നൂഹ് നബിയുടെ കൂടെ, ആദ് സമുദായത്തിന്റെ, തമൂദ് ഗോത്രത്തിന്റെ കൂടെ, അവരുടെ ഒക്കെ കൂടെ ഇതേ രാവും പകലുമാണ് ഉണ്ടായിരുന്നത്. فأصبحوا أقدموا على ربهم. അവരെല്ലാം അവരുടെ റബ്ബിലേക്ക് പോയി. ووردوا على أعمالهم. അവരുടെ പ്രവർത്തനങ്ങൾ, ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ ഏതോ അവിടെ കവരത്തി, ആ അമലുകളെ അവർ കണ്ടു. وأصبح الليل والنهار غضين جديدين. എന്നാൽ രാവും പകലും ഇതാ ഇന്നും പുതുമയോടെ നമ്മുടെ കൂടെയുമുണ്ട്. ثم لم يبلهم ما مر به. ഇത്ര കാലം കഴിഞ്ഞിട്ടും രാവിനും പകലിനും മാറ്റമൊന്നും വന്നിട്ടില്ല. അത് ഉണങ്ങിപ്പോയിട്ടില്ല, അതിന് വയസ്സായിട്ടില്ല. മുസ്തഇദ്ദൈൻ ലിമൻ ബഖിയ ബിമിസ്ലി മാ അസാബ ബിഹി മൻ മദാ. കഴിഞ്ഞു പോയവരെ എവിടെ എത്തിച്ചോ അവിടെ ബാക്കിയുള്ളവരെയും എത്തിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. രാവും പകലും അവരാ ഒരുക്കത്തിലാണ്, എപ്പോഴും ആ ഒരുക്കത്തിലാണുള്ളത്. കഴിഞ്ഞുപോയവരൊക്കെ എവിടെ? അവിടേക്ക് നമ്മയും എത്തിക്കും സഹോദരങ്ങളെ. അതുകൊണ്ട് കഴിഞ്ഞുപോയ കാലം എത്ര കഴിഞ്ഞുപോയോ ചിന്തിച്ചു നോക്കുക. 10 വയസ്സ് കഴിഞ്ഞാൽ, 15 വയസ്സ് കഴിഞ്ഞാൽ യാത്രയിൽ 15 വർഷം പിന്നിട്ടിരിക്കുന്നു. 15 വർഷം നീണ്ട യാത്ര, എത്ര വലിയ യാത്രയാണ് എങ്കിൽ 20 കഴിഞ്ഞവരെ, 25 കഴിഞ്ഞവരെ, 30, 40, 50, 60 അതിനു മുകളിലുമൊക്കെ കഴിഞ്ഞവരെ യാത്ര പിന്നിട്ടിരിക്കുന്നു. ഇത്രയും ദൂരം അള്ളാഹുവിലേക്ക് അടുത്തിരിക്കുന്നു. ആയുഷ് തീരാറായിരിക്കുന്നു. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫി ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു, എന്നാൽ അവർ അശ്രദ്ധയിലാണ്. എന്തുണ്ട് നമ്മുടെ കയ്യിൽ? എന്താണ് പോംവഴി? ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് 60 കഴിഞ്ഞ ഒരാൾ ചോദിച്ചതുപോലെ മൽ ഹിൽ, പോംവഴി എന്തുണ്ട്? കഴിഞ്ഞത് കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു തുഹ്സിനു ഫീമാ ബഖിയ യുഗ്ഫറു ലക മാ മദാ.
ഇനിയുള്ള കാലം നീ നന്നാക്കുക. എങ്കിൽ കഴിഞ്ഞുപോയത് അള്ളാഹു നിനക്ക് പുറത്തു തരും. فإنك إن أسأت فيما بقي أخذت بما مضى وبما بقي. ഇനിയുള്ള കാലം മോശമായ രൂപത്തിൽ ജീവിക്കാനാണ് നീ ഒരുങ്ങുന്നതെങ്കിൽ കഴിഞ്ഞുപോയതിനും ഇനിയുള്ളതിനും നീ പിടിക്കപ്പെടും. അതിൻ്റെ പേരിലെല്ലാം നീ ശിക്ഷിക്കപ്പെടും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം നമ്മൾ ഓർക്കുക സഹോദരങ്ങളെ. ഈ ഹദീസ് കേട്ടതിനു ശേഷം അദ്ദേഹം പറഞ്ഞ ഉപദേശം, പകലായോ വൈകുന്നേരം വരെ നീ ജീവിച്ചിരിക്കുമെന്ന് വിചാരിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫസല്ലി സലാത മുവദ്ദിഇൻ, യാത്രക്കാരന്റെ നിസ്കാരം അവസാനം വിടവാങ്ങിപ്പോകുന്ന ഒരുവൻ നിസ്കരിക്കുന്നത് പോലെ, അവസാനത്തെ നിസ്കാരം നിസ്കരിക്കുന്നവനെ പോലെ നിസ്കരിച്ചു കൊള്ളുക. ഇതിനപ്പുറം അടുത്ത വക്തിന് എനിക്ക് ആയുസ് ഉണ്ടാവുകയില്ല എന്ന രൂപത്തിൽ ജീവിച്ചു കൊള്ളുക. അതല്ലാതെ സഹോദരങ്ങളെ പോംവഴിയില്ല. അള്ളാഹുവിലേക്ക് ഒരുങ്ങുക, അവനിലേക്കുള്ള യാത്ര കൊടുങ്ങുക തൗഹീദുമായി, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി, അവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായി, ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരായി, സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നവരായി, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരായി, നന്മകളിൽ മുന്നേറുന്നവരായി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.